മടങ്ങി വരാം മെട്രോ സ്വപ്നങ്ങളിലേക്ക്. ശ്രീ പി രാജീവ്, വികസന ചിന്തകളേക്കാൾ ഏറെ വിവാദങ്ങൾ ഒരു വേള കയറി ഭരിച്ച പദ്ധതി കൂടിയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. അത് പദ്ധതി ആര് നടപ്പിലാക്കണം? കേന്ദ്രം നടപ്പിലാക്കണോ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണോ, സ്വകാര്യ പങ്കാളിത്തം വേണോ, പൊതു സ്വകാര്യ പങ്കാളിത്തം വേണോ, അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ. കൂടാതെ ശ്രീധരൻ്റെ സാന്നിധ്യം, DMRC വേണോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവില്ല എന്ന് കരുതിയിരുന്നു? അങ്ങനെ ഒരിക്കലും കരുതിയിട്ടില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 500ഓളം പേജ് വരുന്ന മെട്രോൻ്റെ ഫയലുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കോട് മാഷക അസംബ്ലിയിലുള്ള സമയമാണെന്ന് തോന്നുന്നു, കൊച്ചിയിൽ വെച്ച് ശ്രീധരൻ സ്വീകരണം നൽകുകയുണ്ടായി. അപ്പോൾ അതിലന്ന് അന്നത്തെ സ്പീക്കർ വിജയകുമാർ പങ്കെടുത്തു. അദ്ദേഹത്തോട് വിജയകുമാർ പ്രസംഗത്തിൽ ചോദിക്കുകയാണ്, അങ്ങ് ഈ കേരളത്തിന് വേണ്ടി, അങ്ങയുടെ നാടിന് വേണ്ടി എന്താണ് നൽകാൻ പോകുന്നത്? ആ മറുപടി പ്രസംഗത്തിലാണ് അദ്ദേഹം കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം മെട്രോ എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി. അതിനുശേഷം 99-ലാണ് റൈറ്റ്സിൻ്റെ റിപ്പോർട്ട് ആകാശപാത മെട്രോ എന്ന പേരിൽ അംഗീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിനുശേഷം പിന്നെ DMRC ഓഫീസ് തുടങ്ങി, അവർ DPR തയ്യാറാക്കി. 2012 നമ്മൾ കല്ലിട്ടപ്പോൾ ഓടിത്തുടങ്ങേണ്ടിയിരുന്നതായിരുന്നു മെട്രോ. ഇപ്പോൾ നമ്മുടെ ചെലവ് തന്നെ 2 ഇരട്ടിയോളമായി. പക്ഷേ കേന്ദ്രത്തിൻ്റെ സമീപനമാണ് ഇത് വൈകിക്കുന്നതിനിടയാക്കിയത്. ഇപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഈ അംഗീകാരം ലഭിച്ചതിന് ശേഷം സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വൈകിക്കുക എന്നുള്ളത് അതിന് മുൻപ് രാഷ്ട്രീയ കാരണങ്ങളാണ് കേന്ദ്രം വൈകിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു വ്യത്യാസം, ഈ വിവാദം വന്നത് യഥാർത്ഥത്തിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ഇബ്രാഹിം കുഞ്ഞ് ആഗോള ടെൻഡറിലേക്ക് പോയപ്പോഴാണ് വിവാദം വന്നത്. എന്നാൽ അതിനുശേഷം ശ്രീധരനെ കൊണ്ടുവരുന്നതിന് എല്ലാവരും കൂട്ടായി ശ്രമിച്ചു. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ജനങ്ങൾ ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചുകൊണ്ട് മെട്രോ നിർമ്മാണത്തിൽ വന്ന എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട്. KV തോമസ് മാഷിലേക്ക്, നമ്മൾ 2010 മെട്രോ ഓടിത്തുടങ്ങുക എന്നുള്ളതായിരുന്നു 2004 തയ്യാറാക്കിയ വിശദ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ മെട്രോ ഓടിത്തുടങ്ങുന്നത് 2017 പകുതിയിലാണ്. അതായത് 3120 കോടി ആദ്യം കണക്കാക്കിയിരുന്ന പദ്ധതി ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് 5180 കോടി. ഏതാണ്ട് 2000 കോടിയുടെ അധിക ചെലവാണ് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ പദ്ധതികൾ ഇങ്ങനെ പോയാൽ മതിയോ? കേരളത്തിൻ്റെ പദ്ധതിയായിട്ടല്ല, മെട്രോയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി മെട്രോ ഒഴിച്ച് ബാക്കി ഒരു മെട്രോയിലും കേന്ദ്ര പങ്കാളിത്തത്തിന് അന്ന് എതിരായിരുന്നു. അന്ന് ചിദംബരം ഉൾപ്പെടെ മന്ത്രിസഭ, ഞാൻ 2009 മന്ത്രിസഭയ്ക്കായിരുന്നു. അതിനുശേഷം നടന്ന 2010, 2011 വരെ നടന്ന ചർച്ചകളിൽ കേന്ദ്ര ഗവൺമെൻറ് ചിദംബരം ഉൾപ്പെടെ അങ്ങനെ ഒരു കേന്ദ്ര പങ്കാളിത്തത്തിൽ നടക്കില്ല, ഇത് പ്രായോഗികമല്ല. മാത്രമല്ല അന്ന് അവർ കൊച്ചിയെക്കുറിച്ച് പറഞ്ഞ 10 ലക്ഷം ആളുകളൊന്നുമില്ല എന്ന് പറഞ്ഞൊരു സമീപനം എടുത്തപ്പോഴാണ് 2011 KMRL കൊണ്ടുവന്നത്. കേന്ദ്ര സഹായം ഇല്ലെങ്കിലും നമ്മൾ നെടുമ്പാശ്ശേരി മോഡൽ രീതിയിൽ കൊണ്ടുപോകാം എന്ന ധാരണയിൽ വന്നത്. പക്ഷേ പിന്നീട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കേന്ദ്ര പങ്കാളിത്തം വന്നു. ചെറിയ സത്യം, എനിക്ക് തോന്നുന്നു പി രാജീവിന് ഈ ഒരു വാദത്തോട് പൂർണ്ണമായും പിന്തുണയ്ക്കാൻ സാധിക്കുമോ? അല്ല, കേന്ദ്രത്തിൻ്റെ ആ സമീപനമാണ് കുറേ വൈകിച്ചത്. അതിനകത്ത് ഞങ്ങൾ ഒന്നിച്ച് ജയപാൽ റെഡ്ഡിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മന്ത്രിമാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുമെന്ന് പറയുകയുണ്ടായി. അതാണ് ഞാൻ ഇടയ്ക്ക് ഓർമ്മിച്ചത്. തിരിച്ചു വരാം. ഇപ്പോൾ ചലച്ചിത്ര നടി ഹണി റോസും നമ്മോടൊപ്പം ചേരുകയാണ്. ഹണി റോസ്, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. കൊച്ചി മെട്രോ നാളെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. ഒരുപക്ഷെ നേരത്തെയും താങ്കൾ മെട്രോ റെയിലിൽ വിദേശ രാജ്യത്തെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാവാം. കൊച്ചിയിൽ യാത്ര ചെയ്യാനുള്ള ആ ഒരു ആവശ്യത്തിലാണോ ഹണി? നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ ഇതുവരെയും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ബാംഗ്ലൂർ ഒരു തവണ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ക്വയറ്റ് എക്സൈറ്റഡ് ആണ്. ഇപ്പം നാളെ മെട്രോ റെയിൽ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികളിലെ ഏറ്റവും അഭിമാനിക്കാവുന്ന നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇപ്പം നാളെ തിരിതെളിയുന്നത്. ഹണി, മെട്രോ റെയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ സിനിമകളും പരസ്യചിത്രങ്ങളും ഒക്കെ അവയിൽ ചിത്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും സിനിമാക്കാർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കുമല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 1/2 ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മെട്രോ റെയിലിൽ ഫസ്റ്റ് ടൈം ഞാൻ കയറുന്നത്. അത് പിന്നെ ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പം മലയാളി എന്നതിനുപരി ഒരു ആലുവാക്കാരി എന്ന രീതിയിൽ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നോക്കിയാൽ തൊട്ട് മുമ്പിൽ കൂടെയാണ് മെട്രോ റെയിൽ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്ക് എന്നും കണി കണ്ടു വിടരാവുന്ന ഒരു അതിശയം തന്നെയായിരിക്കും ഇത്. അതേപോലെ തന്നെ സിനിമയായാലും സിനിമ എപ്പോഴും ഇതിൻ്റെ
ഒക്കെ ആയിട്ടുണ്ട്, ഇനിയും ആവും. അപ്പം തീർച്ചയായിട്ടും മെട്രോ റെയിലും ഇനി നമ്മുടെ മലയാള സിനിമകളുടെ ഒരു ഭാഗമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, നന്ദി ഹണി. എന്തായിരുന്നാലും മെട്രോ റെയിൽ നമ്മുടെ നാട്ടിലും യാഥാർത്ഥ്യമാവുന്നു. ഇനി മറ്റു നാടുകളിൽ പോകാതെ തന്നെ ചിത്രീകരണത്തിനുമൊക്കെ നമുക്ക് കൊച്ചിയുടെ സ്വന്തം മെട്രോ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ശ്രീ പി രാജീവ്, കെ വി തോമസ് പറഞ്ഞ് നടത്തിയെടുത്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. പദ്ധതി ചെലവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കാലഘട്ടം നീണ്ടുപോയപ്പോൾ ഏതാണ്ട് 2000-ലധികം കോടിയുടെ ചെലവാണ്, വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ VSന്റെ ഗവൺമെൻറ് സന്ദർഭത്തിൽ അന്ന് നൽകിയിട്ടുള്ള അതേ പദ്ധതി തന്നെയാണ് പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ കേന്ദ്രം അംഗീകരിച്ചത്. അപ്പോൾ ഒരേ പദ്ധതിക്ക് 3 വർഷത്തോളം വൈകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധിക ചെലവുണ്ടായത്. അതുപോലെ തന്നെ VSന്റെ സന്ദർഭത്തിൽ തന്നെ പ്രിപ്പറേറ്ററി വർക്സിനുള്ള 150 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വളരെ ഗൗരവമായൊരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം ചെലവ് കൂടുന്നത് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല, അല്ലെങ്കിൽ നിർമ്മാണത്തിൻ്റെ വൈകലല്ല. ഒരു തീരുമാനമെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ 20% ഷെയറാണ് കേന്ദ്രത്തിനുള്ളത്. ആ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അധിക ചെലവ് പേറേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ കൊച്ചിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ സേതു നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം സേതു സാർ. എഴുത്തുകളിൽ മെട്രോ റെയിലിനെക്കുറിച്ച് അങ്ങ് ഇതുവരെ പരാമർശിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിലെ മെട്രോ റെയിലിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം, താങ്കൾ എന്നറിയുകയും ചെയ്യാം. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെട്രോ റെയിൽ യാത്ര എന്ന് പറയുന്നത് ഏതായിരുന്നു? അല്ല, ആദ്യമായിട്ട് ഒരു കൊച്ചിക്കാരനെന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ, ഒരു 30ഓളം വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചുള്ള ആളെന്നുള്ള നിലയിൽ, ഒരുപാട് മെട്രോ അനുഭവങ്ങളുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊച്ചിക്കാരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. നമ്മളിതിനെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട് അത്ര കാലമായി. അപ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നത് നമ്മുടെയൊക്കെ ജീവിതകാലത്ത് നടക്കില്ല എന്ന് വരെ തോന്നിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ ഇഴഞ്ഞു പോവുകയായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ തുടങ്ങിയതിന് ശേഷം, കല്ലിട്ടതിന് ശേഷം, അല്ലെങ്കിൽ തുടക്കം ആരംഭിച്ചതിന് ശേഷം ഇത് വളരെ വേഗം തീർന്നു. അത് വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ ചോദ്യത്തോടെ ഞാൻ എൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പം ഞാനിപ്പം ഏറ്റവും ഒരു 10-30 കൊല്ലം മുമ്പ് കണ്ട സിംഗപ്പൂർ, ഹോങ്കോങ് മെട്രോ തൊട്ട് ഏറ്റവും ഒടുവിൽ മാഡ്രിഡ് വരെ, അപ്പോൾ മറ്റേ സ്പെയിനിൽ, ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ യാത്ര ചെയ്യുന്നൊരു ആദ്യം സംഘടിപ്പിക്കാൻ നോക്കുന്ന ഒരു മെട്രോ മാപ്പാണ്. കാരണം വേറെ ഒന്നും നമുക്ക് അതിലൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ടാക്സി വളരെ എക്സ്പെൻസീവാണ്, കാറൊന്നും ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. ബസ്സാണെങ്കിൽ ആ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു മെട്രോ മാപ്പ് കണ്ടുപിടിച്ചാൽ ആ നഗരം മുഴുവൻ ചുറ്റി നമുക്ക് കാണാൻ പറ്റും ഒരു കുറഞ്ഞ ചിലവിൽ. ഇപ്പോൾ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത പഴയകാല മെട്രോ സ്റ്റേഷൻ ലണ്ടൻ തന്നെയാണ്. ലണ്ടൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വെൽ കണക്റ്റഡ് ആണ്. ലണ്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-25 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ അന്ന് 2.30 പൗണ്ടായിരുന്നു ഒരു ഹോൾ ഡേ ഫെയർ. അപ്പോൾ 2.30 പൗണ്ടിൻ്റെ ഒരു കാർഡ് എടുത്താൽ ഒരു ദിവസം 24 മണിക്കൂർ മുഴുവൻ യാത്ര ചെയ്യാം. അപ്പോൾ അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം ലണ്ടനിൽ ഈ മാപ്പ് സംഘടിപ്പിച്ചിട്ട് നമുക്ക് റൂട്ട് മനസ്സിലാവും. സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമുക്ക് റൂട്ട് മനസ്സിലാവും. പിന്നെ മാപ്പിൽ കൂടി നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. വളരെ സൗകര്യമായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ലോകത്തെ എല്ലാ ഭാഗത്തും ഇതുപോലെയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹി തന്നെ ഒരുവിധ ഏരിയാസൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി കണക്ട് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ മെട്രോ ഒരു സംസ്കാരമാകണമെങ്കിൽ ഇവിടത്തുകാരുടെയും അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുടെയും സംസ്കാരമാകണം. ഈ കണക്ടിവിറ്റി കുറച്ചുകൂടി വേണം. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പേട്ട പറയുന്നു, പിന്നെ അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വരും, പിന്നെ അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മെട്രോ കണക്ട് ചെയ്ത് വരുമ്പോൾ തീർച്ചയായും ഞാൻ ഉടൻ തന്നെ മടങ്ങി വരാം. അങ്ങ് വിവിധ മെട്രോകളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഏറെ ഹൃദ്യമായിരിക്കുന്നു. കൊച്ചിയിലും താമസിയാതെ ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് കരുതാം. ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് റിയ ബേബി ചേരുകയാണ്. റിയ, പ്രധാനമന്ത്രി നാളെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിലെ ഒരുക്കങ്ങൾ പൂർത്തിയായോ? പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്ന മെട്രോ സ്റ്റേഷൻ തന്നെ പാലാരിവട്ടത്തുള്ള മെട്രോ സ്റ്റേഷനാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്തലിടുന്ന മറ്റു കാര്യങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നതും പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലാണ്. സ്റ്റേഷന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. SPGയും ബോംബ് സ്ക്വാഡും നിരവധി തവണ ഇവിടെ എത്തി സ്റ്റേഷനുകൾ പരിശോധിച്ചു. സ്റ്റേഷനുള്ളിൽ യാത്രക്കാരെ കയറ്റുന്നതും പ്രധാനമന്ത്രിക്കൊപ്പം വിശിഷ്ട അതിഥികൾ കൂടി എത്തും എന്നുള്ളതിനാൽ തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി
സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സ്റ്റേഷൻ്റെ ഉൾവശവും ഏറ്റവും സുന്ദരമായി തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞതുപോലെ തന്നെ പുഷ്പങ്ങളും കണിക്കൊന്നയുടെ ചിത്രങ്ങളും ഒപ്പം അലങ്കരിച്ചാണ് സ്റ്റേഷനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റേഷന് പുറത്ത്, മെട്രോ സ്റ്റേഷന് പുറത്ത് വെർട്ടിക്കൽ ഗാർഡൻ 2 തൂണുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മെട്രോയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. പ്രത്യേകിച്ച് ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള മെട്രോ തൂണുകളിൽ പകുതിയിലധികം തൂണുകളിലും വെർട്ടിക്കൽ ഗാർഡനുകൾ തയ്യാറാക്കുന്നു. ഒപ്പം തൂണുകൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എല്ലാ മെട്രോ സ്റ്റേഷനുകളും ഇത്തരത്തിൽ അലങ്കരിച്ചിരിക്കുന്നുണ്ട്. പാലാരിവട്ടത്തെ മെട്രോ സ്റ്റേഷനും ഇത്തരത്തിൽ ഏറ്റവും സുന്ദരമാക്കി നാളത്തെ ദിവസം മെട്രോ ഉദ്ഘാടനം നടക്കുന്ന ദിവസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. മറ്റു സ്റ്റേഷനുകളിലേക്ക് കൂടി പോയാൽ ഏറ്റവും സുന്ദരമായ രീതിയിലാണ് മറ്റു സ്റ്റേഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റേഷനകത്തെ ചിത്രങ്ങൾ, പശ്ചിമഘട്ടത്തിൻ്റെ ചിത്രങ്ങൾ, ഒപ്പം കേരളത്തിലെ വിവിധ കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വിവിധ സ്റ്റേഷനുകളിൽ തീമുകളായി തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ SPGയുടെയും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ പാലാരിവട്ടം സ്റ്റേഷനിലെത്തി നാളത്തേക്ക് വേണ്ട പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. പ്രദീപ്. ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ശ്രീ KV തോമസ്, മെട്രോ കൊച്ചി നഗരത്തിന് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അങ്ങ് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത്? ഈ കൊച്ചിൻ മെട്രോയുടെ പ്രത്യേകത തന്നെ റെയിൽവേ ലൈൻ ഓക്കെ, വീണ്ടും മടങ്ങി വരാം റിയ. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്ക്.